ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച മണ്ഡലമാണ് ബാലുശ്ശേരി നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ 69,225 വോട്ടുകളാണ് UDF നേടിയത്. LDF 68,028 വോട്ടുകളും നേടി. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ബാലുശ്ശേരിയിൽ വിജയിച്ച് കയറാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ സച്ചിൻ ദേവിനെ നേരിടാൻ സിനിമാ താരമായ ധർമ്മജനെയാണ് UDF രംഗത്തിറക്കിയിരുന്നത്. എന്നാൽ 20,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് സച്ചിൻ ദേവ് ഇടത് കോട്ട കാത്തത്. 2011 മുതൽ പട്ടികജാതി സംവരണമായതോടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ശക്തമാകുന്നതാണ് മണ്ഡലത്തിൽ കണ്ടത്. മണ്ഡലം സംവരണമാകുന്നതിന് മുൻപ് കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും ബാലുശ്ശേരിയിൽ വിജയിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF ജനങ്ങളെ സമീപിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ ഗ്രാമാന്തരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന വിധത്തിലേക്കുള്ള ഇടപെടലുകൾ സാധ്യമാക്കണം. അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാർഷിക സംസ്കാരമുള്ള നാടാണിത്. കാർഷിക മേഖലയിലെ പദ്ധതി കുറെ കൂടി വിപുലപ്പെടുത്തണം. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിയാവുന്ന വിധത്തിലേക്കുള്ള പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യണം. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ബാലുശ്ശേരി. മലയോര ഗ്രാമീണ മേഖല പ്രകൃതിയുടെ ഭംഗി സവിശേഷമാകുന്ന വിധത്തിൽ ഏതൊരാൾക്കും ആസ്വദിക്കാൻ കഴിയാകുന്ന നാടാണിത്. അതുകൊണ്ട് ടൂറിസം സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയാകുന്ന വികസന പദ്ധതികളും നമുക്ക് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം ഇരു മുന്നണികളും തുല്യമായി പങ്കിടുകയാണ്. കോട്ടൂർ നടുവണ്ണൂർ പഞ്ചായത്തുകൾ UDFന് ലഭിച്ചു. വർഷങ്ങളായി LDF ഭരിച്ച നടുവണ്ണൂർ പഞ്ചായത്ത് ഉൾപ്പെടെ UDFന് ലഭിച്ചത് ഞെട്ടിക്കുന്നതാണ്. എന്നാൽ 2 തവണ ഭരണത്തിലേറിയ അത്തോളി കൈവിട്ടത് UDFനും ക്ഷീണമായി. അത്തോളിയെ കൂടാതെ ഉള്ളേരി, പനങ്ങാട്, കായണ്ണ പഞ്ചായത്തുകളും LDF ആണ് ഭരിക്കുന്നത്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ തുല്യ സീറ്റുകളാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. നറുക്കെടുപ്പിലൂടെ ഭരണം LDFന് ലഭിച്ചു. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലും തുല്യത പാലിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ UDF ആണ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ 17,634 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ നിന്നും നേടിയത്. ബാലുശ്ശേരി എന്ന് പറയുന്നത് ഒരു തികച്ചും ഗ്രാമീണമായ ഒരു മേഖലയാണ്. ഇവിടെയുള്ളത് സാധാരണ തൊഴിലാളികളാണ്, ചെറുകിട കച്ചവടക്കാരാണ്, പെയിൻറ്റിങ്ങിന് പോകുന്ന ആളുകളാണ്, ഓട്ടോ തൊഴിലാളികളാണ്, തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരും പിന്നെ ചെറിയ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ബാലുശ്ശേരി. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രശ്നമാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. വോട്ട് വിഹിതം കുറവായ NDA മണ്ഡലത്തിൽ അത്ര ശക്തമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,490 വോട്ടുകളാണ് NDA നേടിയത്. ബാലുശ്ശേരി മണ്ഡലത്തിൽ യുവ നേതാക്കൾ പരസ്പരം മാറ്റുരയ്ക്കുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.